നമ്മുടെ നാട്ടില് ഭാരതത്തിലുടനീളം ഭാഗവത കഥകൾ, ഭാഗവത പ്രവചനങ്ങൾ ഉണ്ട്. കേരളത്തിൽ സപ്താഹം എന്ന രീതിയിൽ സപ്താഹ യജ്ഞം എന്ന നിലയ്ക്ക് വളരെയധികം നടക്കുന്നുണ്ട്. പലപ്പോഴും തെക്കൻ കേരളത്തിൽ കൂടുതലായിട്ട് കിളിപ്പാട്ടിനെ ആധാരമാക്കിയിട്ടാണ് അവ നടക്കുന്നത്. മറ്റ് പ്രദേശങ്ങളിൽ മൂലം ശ്രീമദ് ഭാഗവതമാണ് കൂടുതൽ പ്രചരിതം. വളരെ വളരെ സന്തോഷകരമാണ്. കാരണം ഭാഗവതം എന്ന് പറഞ്ഞാൽ നിഗമ കൽപ്പതരോർ ഗളിതം ഫലം, വേഗതമാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ പരിപക്വമായ ഫലം പൂർണ്ണമായി പഴുത്ത് ഗളിതമാണ്. അപ്പോ അത് വേദസാരമാണ്. ഒന്നാന്തരം ഭക്തിശാസ്ത്രം, ഒന്നാന്തരം വേദാന്ത ശാസ്ത്രം, ഒന്നാന്തരം യോഗശാസ്ത്രം, ഒന്നാന്തരം സാഖ്യം എന്ന് വേണ്ട പൂർവികന്മാര് വിദ്വാംസം ഭാഗവതേ പരീക്ഷ്യാത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. വിദ്വാനെ ഭാഗവതത്തിൽ പരീക്ഷിക്കണം. അത്ര പോലും ഒരു ശ്ലോകം നമുക്ക് എടുത്താൽ, ഒരു വാക്യം നമുക്ക് എടുത്താൽ അത്രയ്ക്കധികം വിചാരത്തിന് യോഗ്യമാണത്. ഇനി പറയട്ടെ, ഇങ്ങനെയുള്ള വേദാന്ത സാരമായ ഏറ്റവും പരമമായ ഭക്തിശാസ്ത്രമായ ശ്രീമദ് ഭാഗവതം അത് പ്രവചനങ്ങൾക്ക് ഉപയോഗിക്കാം. ഭാഗവത പ്രവചനങ്ങൾ ആർക്കും ചെയ്യാം. ആർക്കെന്ന് പറഞ്ഞാൽ അതിലേക്ക് പ്രവേശിച്ച് അതിൽ പ്രവർത്തിക്കുന്ന മഹാപുരുഷന്മാർക്ക് തീർച്ചയായിട്ടും ഭാഗവത പ്രവചനം ചെയ്യാം. എന്നാൽ സപ്താഹം എന്നുള്ളത് അനേക സഹസ്രാബ്ദങ്ങളായി നിലവിലുള്ള ഒരു വ്യവസ്ഥയാണ്. അതൊരു സമ്പ്രദായമാണ്. അതാകട്ടെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ സമന്വിതമായ പോഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ചതാണ്. ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെ, വിരക്തിയുടെയും. ഈ ഭക്തിജ്ഞാന വിരക്തികൾ സമന്വിതമായ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നതോടുകൂടെ ആ വ്യക്തി പരമപുരുഷാർത്ഥത്തിലേക്ക് ഉയരും. അയാൾ ജീവിത ലക്ഷ്യപ്രാപ്തി നേടും. ആ നിലയ്ക്ക് നമ്മുടെ സമസ്ത ശാസ്ത്രങ്ങളെയും പരിചയപ്പെടാനും വൈദികമായ, ഒന്നുകൂടി ശുദ്ധമായി പറഞ്ഞാൽ ഭാരതീയമായ ജീവിത വ്യവസ്ഥയെ മനസ്സിലാക്കാനും ശുദ്ധമായ ഭക്തിയെ നേടാനും ജ്ഞാനവിചാരത്തിലേക്ക് പ്രവേശിക്കാനും ഒക്കെ ബഹുസമൂഹത്തിന് മാർഗം നൽകുന്നതാണ് ഭാഗവത സപ്താഹങ്ങൾ. അതുകൊണ്ട് അവ പ്രചരിക്കുന്നത് കാണുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഇവിടെയാണ് വലിയൊരു പ്രശ്നം വരുന്നത്. കൊച്ചു മാവിൻ്റെ തയ്യിൽ നമ്മൾ ആരും ഇത്തിക്കണ്ണികൾ കണ്ടിട്ടില്ല. എന്നാൽ പടർന്ന് പന്തലിച്ച് ആ മാവ് ഒരു മഹാവൃക്ഷമാകുമ്പോൾ അതിൽ ഇത്തിക്കണ്ണികൾ വ്യാപിക്കും. ഇത്തിക്കണ്ണി വ്യാപിച്ചു കഴിഞ്ഞാലോ മാതൃവൃക്ഷത്തെ കൂടി ഉണക്കിയിട്ടേ അത് ഉണങ്ങും. ഇവിടെ വളരെ പ്രധാനമായൊരു വിഷയം, എന്താണ് മാവെന്നും മാവിൻ്റെ ഇലയുടെ ലക്ഷണം എന്താണെന്നും അറിയാത്ത ഒരാള് ഇത്തിക്കണ്ണി വ്യാപിച്ചു നിൽക്കുന്ന മാവ് കണ്ടാൽ ചിലപ്പോൾ അഭിമാനിച്ചെന്ന് വരും. ഓ, എത്ര ഇലയാ എൻ്റെ മാവിന് എന്ന്. പക്ഷേ അത് ഇത്തിക്കണ്ണി ആയിരുന്നെന്നും അതിനെ യഥാസമയം പിഴുതു മാറ്റാതിരുന്നാൽ അത് മാതൃവൃക്ഷത്തെ ഉണക്കിക്കളയുമെന്നുമുള്ള തിരിച്ചറിവ് അയാൾക്ക് യഥാസമയം ഉണ്ടാകുന്നില്ലെങ്കിൽ അയാൾ നാളെ ദുഃഖിക്കേണ്ടി വരും. ഇത് പറയാൻ കാരണം, ഇന്ന് സപ്താഹവേദികൾ പൊതുവെ അത്യന്തം ശാസ്ത്രവിരുദ്ധമായ, ദുരാചാരമെന്നോ അനാചാരമെന്നോ ഉള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, അത്യാചാരങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു തരം ഉന്മാർഗത്തിൽ ആചാര്യന്മാര് എന്ന് പറയുന്നവർ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്ന് സപ്താഹങ്ങളിൽ കാണുന്നു. അത് അപകടകരം. സമൂഹത്തെ വഴിതെറ്റിക്കുന്ന, അജ്ഞാനത്തിൽ തളയ്ക്കുന്ന, എന്തെല്ലാമോ ആഭാസങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഒരു വേദിയായിട്ട് പലപ്പോഴും ശ്രീമദ് ഭാഗവത സപ്താഹങ്ങൾ തീരുന്നത് വളരെ ഖേദത്തോടെ നോക്കി നിൽക്കേണ്ടുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നത്, അതിന് മുൻകൈ എടുത്ത ഈ ഹിന്ദു വിശ്വാസ് ചാനലിനെ ആരംഭത്തിൽ തന്നെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ ആരായിരിക്കണം സപ്താഹാചാര്യൻ എന്നാണ് ആദ്യത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ശ്രീമദ് ഭാഗവതത്തിന്റെ സാരം ഉൾക്കൊണ്ട ആളായിരിക്കണം സപ്താഹാചാര്യൻ.
എന്തിനാണ് ശ്രീമദ് ഭാഗവതം വിരചിക്കപ്പെട്ടത്? അത് വേദമാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ പരിപക്വമായ ഫലമാണെന്ന ബോധമുള്ള ആളായിരിക്കണം. അത് ചതുശ്ലോകി ഭാഗവതത്തിന്റെ വിശദീകൃതമായ ഭാവമാണ് എന്ന തിരിച്ചറിവുള്ള ആളായിരിക്കണം. അത് ആദിമധ്യാന്തങ്ങളിൽ അല്ലെങ്കിൽ ഉപക്രമാദി ലിംഗങ്ങളെ കൊണ്ട് ചിന്തിച്ചാൽ സത്യം പരം ധീമഹി എന്ന ഒരൊറ്റ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നതാണെന്ന ബോധമുള്ള ആളായിരിക്കണം. ആ സത്യസാക്ഷാത്കാര സമ്പന്നനായിരിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. സത്യസാക്ഷാത്കാര സമ്പന്നം മാത്രമേ സപ്താഹം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വിഷമാണ്. മറിച്ച് ഉപക്രമാദി ലിംഗങ്ങളെ കൊണ്ട് ഭാഗവതത്തിന്റെ ലക്ഷ്യം സത്യം പരം ധീമഹി എന്നതാണെന്ന് അറിയുന്ന ആ ഒരു ശ്രദ്ധ ഉള്ളിലുള്ള, അതിനനുസൃതമായി ജീവിതം നയിക്കുന്ന ഭക്തനായിരിക്കണം ഈ സപ്താഹാചാര്യനായിട്ട് വരുന്നത്. രണ്ടാമതായിട്ട് സപ്താഹവിധി എന്തൊക്കെയാണോ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമാം വിധം പരിപാലിക്കുന്ന ആളായിരിക്കണം. സപ്ത അഹസ്സുകളിലാണത് വായിക്കേണ്ടത്. അഹം എന്ന് പറഞ്ഞാൽ രാത്രി അഹസ്സാവുന്നില്ല. രാത്രമാണ്. ദിനശബ്ദമോ ദിവസ ശബ്ദമോ നമുക്ക് രാത്രിയെയും പകലിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാം. പക്ഷെ ഒരിടത്തും അഹശബ്ദത്തെ രാത്രി സൂചകമായിട്ട് ആചാര്യൻ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഉദയാനന്തരം ആരംഭിച്ച് അസ്തമയ പൂർവം അവസാനിക്കുന്ന രീതിയിലേ ഇത് പാടുള്ളൂ. അതാണ് അതിന്റെ ശരി. അപ്പൊ അർത്ഥവ്യാഖ്യാനം പറയാൻ ബാക്കിയുണ്ട്. രാത്രി ഉറക്കൊഴിഞ്ഞിരുന്ന് പറഞ്ഞോളൂ, വിരോധമില്ല. അത് കഥകൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, എന്ത് ചമൽക്കാരങ്ങൾ ചെയ്തോളൂ. പക്ഷേ അനധികാരികൾ പ്രയോഗിക്കുന്നത് കാണുമ്പോൾ വളരെ ഖേദകരമാണ്. ഒരു പ്രദേശത്ത് എത്ര ശബ്ദം ആവശ്യമുണ്ടോ അതിന്റെ 100 ഇരട്ടി ശബ്ദം വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നരസിംഹാവതാരത്തിനൊക്കെ പ്രത്യേക വർണ്ണദീപങ്ങൾ അലങ്കരിക്കാൻ വേണ്ടി സംഘാടകരോട് ആവശ്യപ്പെട്ട് പെട്ടെന്ന് ആചാര്യൻ അങ്ങോട്ട് ചാടുകല്ലേ ഗർജിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക്. എന്തൊക്കെയാ ചെയ്യണമെന്നറിയില്ല. ഗോവർദ്ധനോദ്ധാരണ സമയത്ത് ഈ മണ്ണുകൊണ്ട് ഗോവർദ്ധനം ഉണ്ടാക്കി വെച്ചിട്ട് അത് കഷ്ണമായിട്ട് വിൽക്കുന്ന സംവിധാനം വരെ ഉണ്ട്. ഞാൻ ഒരു ആചാര്യനോട് പറഞ്ഞു, ഒരു കഷ്ണം ഞാനും മേടിക്കാം, പക്ഷെ നിങ്ങളൊന്ന് പൊക്കി പിടിക്കണം. പൊക്കി പിടിക്കാതെ പറ്റില്ല. രുക്മിണി സ്വയംവരത്തിനൊക്കെ ചെയ്യുന്ന ആഭാസങ്ങൾ പറയാത്തതാണ് ഭേദം. ചാൽ ഒന്നും വേണ്ടെന്നാണോ ചിദാനന്ദപുരി സ്വാമി പറഞ്ഞത്? ഒരിക്കലും പറഞ്ഞില്ല. സമൂഹത്തിന്റെ വൈചാരികവും വൈകാരികവും എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് ഭംഗിയായിട്ട് സപ്താഹം നടക്കണം. പക്ഷേ ശാസ്ത്രത്തിന്റെ അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകളെ ലംഘിച്ചാൽ അത് അനർത്ഥകരമായിട്ടാണ് തീരുന്നത്. ഇതാണ് തദ് വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ആചാര്യൻ ദീക്ഷിതനായിരിക്കണം. ദീക്ഷിതൻ എന്ന് പറഞ്ഞാൽ സന്യാസി ആവണമെന്ന് ആരും അർത്ഥം പറഞ്ഞിട്ടില്ലേ. ഉപനയനാദി സംസ്കാരങ്ങൾ മുതൽ ഉള്ളവനായിരിക്കണം. ഇനി ഉപനയനമില്ലേ, ഒരു പ്രശ്നവും ഇല്ല. ഒരു ഗുരുനാഥനിൽ നിന്ന് ശ്രവണം ചെയ്ത് അനുജ്ഞ നേടിയവനാണ്. ആ ഗുരുനാഥൻ ആരോ ആവട്ടെ, ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ ആരോ ആവട്ടെ, പക്ഷെ ഗുരുനാഥന്റെ അനുജ്ഞ വേണം. അങ്ങനെയുള്ള ആചാര്യനായിരിക്കണം ചെയ്യുന്നതെന്നും അയാൾക്ക് ശാസ്ത്രത്തോട് പ്രതിബദ്ധത വേണമെന്നും ഭക്തിമാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആളായിരിക്കണമെന്നും, ചുരുങ്ങിയത് ധർമ്മവിരുദ്ധമായ ജീവിതം നയിക്കുന്ന ആളാവരുതെന്ന് എങ്കിലും നമുക്ക് പറയാവുന്നതാണ്. ഭാഗവതം എന്നുള്ളത് പുരാണമായിട്ട് എടുക്കുകയാണെങ്കിൽ പുരാണ രചനയുടെ ഉദ്ദേശ്യം മഹാഭാരതത്തിലായാലും 5-6 പുരാണങ്ങളിലായാലും, നേരത്തെ ഇവിടെ വാസുദേവ പ്രസാദ്ജി പറയുകയുണ്ടായി, ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേത് ബിഭേത്തി അല്പശ്രുതാത് വേദ. അതുകൂടി നമ്മൾ പറയണം. അയം മാം പ്രഹരിഷ്യതി. വാസ്തവത്തിൽ ഇപ്പോഴത്തെ പല ചെയ്തികളും കാണുമ്പോൾ വേദം പേടിച്ച് ഇരിക്കുന്നുണ്ട് എന്നാ തോന്നുക. കാരണം അത്ര അബദ്ധമായിട്ട് എന്തൊക്കെയാ പറയണമെന്ന് കണക്കില്ല. നേരത്തെ ഇവിടെ ഗുരുമൂർത്തിജി പറയുകയുണ്ടായി, ഭാഗവത്തിൽ നിന്നാണ് വേദം ഉണ്ടായെന്ന് പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട് എന്ന്. അത് പിന്നെ അവരുടെ വിവരക്കേട് എന്ന് പറഞ്ഞിട്ട് നമുക്കത് തള്ളിക്കളയാം. കാരണം ഭാഗവത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഭാഗവത്തിൽ അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് ആ ആരോപണം ഭാഗവത്തോട് വേണ്ടത്. വിവരമില്ല, എന്തൊക്കെയാ പറയണത് കണക്കില്ല, എന്തൊക്കെയാ ചെയ്യണമെന്ന് കണക്കില്ല. പക്ഷേ ഇവിടെയാണ് ചില പ്രകാശ ബിന്ദുക്കൾ നമ്മൾ കാണുന്നത്. കേരളത്തിൽ ഇന്ന് യുവസമൂഹത്തിൽ നിന്ന് ധാരാളം സപ്താഹാചാര്യന്മാര് ശുദ്ധമായി, വിശേഷിച്ചും വേദാന്ത സംഹിതമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സ്ഥിതി ഇന്ന് നിലവിലുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്ന് വരരുത്.
ഇപ്പൊ കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കഴിഞ്ഞ തലമുറയിലും അതിനു മുമ്പത്തെ തലമുറയിലും പ്രഗത്ഭമതികളായ ചില ആചാര്യന്മാരുണ്ടായിരുന്നു. അവരെ നമ്മളൊക്കെ ഇന്നും ആദരപൂർവ്വമാണ് സ്മരിക്കുക. ഒരല്പം പോലും സമ്പ്രദായത്തിൽ നിന്ന് വ്യതിചലിക്കാതെയാണ് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് പറയണത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഇവിടെ പരാമർശിക്കപ്പെട്ടു തെക്കൻ കേരളത്തിൽ കൂടുതൽ കിളിപ്പാട്ടിന്റെ ഒരു പ്രഭാവം ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷെ തെക്കൻ കേരളത്തിൽ തന്നെ ഒരണുശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സപ്താഹം നടത്തിയിരുന്ന നമ്പ്യാതിരിയെ പോലുള്ള ആചാര്യന്മാരെ നമ്മൾ ഈ സന്ദർഭത്തിൽ സ്മരിക്കണം. തീർത്തും വേദാന്ത സംഹിതമായ ഭഗവാൻ ഭാഷ്യകാരൻ എന്ത് ഉപദേശിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് വ്യതിചലിക്കാത്ത രീതിയിൽ ഭാഗവതത്തെ സമന്വയിപ്പിച്ച് കൊണ്ടുപോയ മഹാന്മാരുണ്ട്. ഇന്ന് അത്തരം ആചാര്യന്മാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വളരെയധികം ശാസ്ത്ര പ്രവർത്തനം കേരളത്തിൽ കുറെ കാലമായിട്ട് സംഭവിക്കുന്നുണ്ട്. വിശേഷിച്ച് പറഞ്ഞാൽ ആഗമാനന്ദ സ്വാമികളുടെ കാലത്തിന് ശേഷം, അങ്ങനെ തന്നെ പറയണം. അതിനു മുമ്പ് ആചാര്യന്മാരുണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അതുപോലെ സദാനന്ദ ഭാരതി സ്വാമികളും ശുഭാനന്ദ ഗുരുദേവനും ഒക്കെ വിഹരിച്ച മണ്ണാണിത്. അവരെല്ലാം നൽകിയ വെളിച്ചം നമുക്കുണ്ട്. എങ്കിൽ പോലും ആഗമാനന്ദ സ്വാമികൾക്ക് ശേഷമാണ് എല്ലാ ഉത്സവത്തോടനുബന്ധിച്ചും ആധ്യാത്മിക പ്രഭാഷണങ്ങൾ എന്നൊരു ഇനം തന്നെ കേരളത്തിൽ വന്നത്. കുറച്ചും കൂടി കാലം മുന്നോട്ട് പോയപ്പോ എന്തെങ്കിലും വിഡ്ഢിത്തം പറഞ്ഞ് എഴുന്നേറ്റ് പോവുക എന്നുള്ളത് സാധിക്കാത്തൊരവസ്ഥ കേരളത്തിൽ സംജാതമായിട്ടുണ്ട്. കാരണം ശാസ്ത്രത്തിനനുസരിച്ച് തന്നെ ആധ്യാത്മിക പ്രഭാഷണങ്ങളും മറ്റും നടത്തുന്ന അവസ്ഥ ഉണ്ടായി. പിന്നീട് വേദാന്ത പഠന സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ അത്തരം വേദികൾ ധാരാളം കേരളത്തിലുണ്ടായി. അതിൽ ബ്രഹ്മചാരിമാരുണ്ട്, ഗൃഹസ്ഥന്മാരുണ്ട്, സന്യാസിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അതെല്ലാം ഉണ്ടാക്കി തീർക്കുന്ന ഒരു വെളിച്ചം ഉൾക്കൊണ്ട ഒരു സമൂഹം ഇന്ന് ആചാര്യസ്ഥാനത്ത് വളർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സപ്താഹ ആചാര്യൻ ആശ്രമത്തിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ കമ്മിറ്റിക്കാർ ഇന്നത് ചെയ്യണം എന്ന് ഡിമാൻഡ് ചെയ്യും. കാരണം നിങ്ങൾ സപ്താഹം നടത്തി പോകുമ്പോഴത്തേക്ക് ഇത്ര രൂപ ഇവിടെ കലക്ഷൻ ഉണ്ടാക്കണം. കഴിഞ്ഞ ആചാര്യൻ അത്ര ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കഴിഞ്ഞ ആചാര്യനെ ഞങ്ങൾ വിളിച്ചപ്പോ അദ്ദേഹം ചില റിബണ് കെട്ടിയിട്ടുള്ള പരിപാടിയും അദ്ദേഹം ചില നരസിംഹത്തിന്റെ അലറലും ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നടത്തിയാലും കുഴപ്പമൊന്നുമില്ല, ഭണ്ഡാരത്തിൽ നല്ല പൈസ വന്നു, കലക്ഷന് നല്ലോണം വന്നു. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി തരണം, അതുകൊണ്ട് പരമാവധി വഴിപാടുകൾ വർദ്ധിപ്പിക്കണം നിങ്ങൾ എന്ന് എന്നോട് ആവശ്യപ്പെടാറുണ്ട്. ഞാൻ ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല, ഞാനൊട്ട് ചെയ്യേയില്ല. അതിന് എനിക്ക് ശക്തി നൽകുന്നത് ഞാൻ വേദാന്ത ശ്രവണം ചെയ്യുന്നതും പല ആചാര്യന്മാരുടെ അടുത്തും ശ്രവണം ചെയ്യുന്നതുമായ ഒരു ബോധമാണ് എനിക്ക് അതിനുള്ള ശക്തി നൽകുന്നത് എന്ന് പറയുകയുണ്ടായി. ഇതാണ് ഇവിടെ നിദർശനമായിട്ട് എടുക്കുന്നത്. അപ്പൊ എന്താ വഴി എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇരുട്ടിനെ മാത്രം കണ്ടാൽ പോരാ, നല്ല വെളിച്ചം ധാരാളം പ്രസരിക്കുന്നുണ്ട്. അപ്പൊ കഴിയുന്നത് നമ്മുടെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ സപ്താഹം നടക്കുന്നുണ്ട് എന്ന് കേട്ടാൽ, ഇപ്പൊ നമ്മള് സപ്താഹത്തിനെതിരായിട്ടോ ഭാഗവത്തിനെതിരായിട്ടോ നിന്നുകൊണ്ട് ഒരു കാര്യമില്ല. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഖ്യനാം എന്നുള്ള ന്യായം അനുസരിച്ച് ജോഷയേത്, അതാണ് അവിടെ ജോഷയേത്, പ്രേരയേത് എന്ന് ഭഗവാൻ നിർദ്ദേശിച്ചതുപോലെ നിങ്ങൾ സപ്താഹം നടത്തിക്കോളൂ, സപ്താഹല്ലേ നടത്തേണ്ടത് എന്ന് തന്നെ പ്രേരിപ്പിച്ചോളൂ. പക്ഷേ എന്ത് ചെയ്യണം? ഇന്ന് ആചാരനെ വിളിച്ചോളൂ കേട്ടോ എന്ന് ശാസ്ത്ര സമ്പ്രദായത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആചാര്യനാണെന്ന് നമുക്ക് ഉത്തമ ബോധമുള്ള ഒരാളെ നമുക്ക് നിർദ്ദേശിക്കാം. ഇനി അങ്ങനെ നിർദ്ദേശിച്ചോളണമെന്നില്ല. കാരണം ശാസ്ത്രബോധം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് വലിയ തിരക്കുണ്ട്, നമുക്കറിയുന്ന വിഷയമാണ്. ഇപ്പൊ ഇവിടെ തന്നെ വാസുദേവ പ്രസാദ്ജി ഉണ്ട്, ഹരിശങ്കർജി ഉണ്ട്. ഇവർ ശാസ്ത്രത്തിനനുസരിച്ച് പറയുന്ന രണ്ടുപേർ, അത് ഇവരുള്ളത് കൊണ്ടല്ല ഇവരെ പറയണത്. ഇതുപോലെ വേറെ ആൾക്കാരുണ്ട്, ഇവർ മാത്രമൊന്നുമല്ല, ധാരാളം പേര്. അവരൊക്കെ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ട്, വളരെയധികം ശ്രവണത്തിന് ഉത്സുകതയോടുകൂടി വരുന്നവരുണ്ട്. അപ്പൊ കേരളം അത്ര മോശമല്ല. അവരെ ആ ഒരു പ്രവർത്തനത്തെ പ്രേരിപ്പിക്കുക, അതാണ് നമ്മൾ വേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ദുർജനത്തെ അകറ്റാൻ ആരും പരിശ്രമിക്കണ്ട. സത്സംഗം കൂടുതൽ ചെയ്താൽ മതി. സജ്ജനങ്ങളുമായി സംഘം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ദുസ്സംഗം ഇല്ലാണ്ടാവും. അല്ലാണ്ട് ഇപ്പൊ ദുസ്സംഗം എങ്ങനെയാ ഒഴിവാക്കുക? ഇരുട്ടിനെ നീക്കാൻ വല്ല വഴിയുണ്ടോ? വെളിച്ചം കൊണ്ടുവരല്ലാതെ. അപ്പോ വേദത്തിന്റെ പ്രഭ കൂടുതലായിട്ട് പ്രചരിപ്പിക്കുക. വേദം അതിന്റെ താല്പര്യ നിർണയമാണ് വേദാന്തം, അതിന്റെ സാരമാണ് അദ്വൈതമായിരിക്കുന്ന വീക്ഷണം. ആ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സമന്വയിപ്പിക്കാൻ ഉത്തമമായൊരു കൃതിയാണ് ഭാഗവതം.
അത് ഏത് കാലഘട്ടത്തിൽ ഒക്കെ ഉണ്ട്. വിദ്യാസാഗർ മുർമൂർത്തി നേരത്തെ പറഞ്ഞപ്പോ വളരെ പ്രസക്തമായ ചില വിഷയങ്ങൾ ഉണ്ട്. അതിലേക്കൊന്നും ഇപ്പൊ നമ്മൾ കിടക്കില്ല. വളരെ പ്രസക്തമായ വിഷയമാണ്. ഏത് കാലത്താണ് ഭാഗവതം എഴുതിയത്, എന്തുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരന്റെ ഒരു പരാമർശം പോലും ശ്രീമദ് ഭാഗവത്തെ സംബന്ധിച്ചുണ്ടായിട്ടില്ല, രാമാനുജാചാര്യർ പോലും ഭാഗവത്തെ സമുദ്ധരിക്കാഞ്ഞത് എന്തുകൊണ്ട് എന്നുള്ള വിഷയങ്ങളൊക്കെ, ഇതൊക്കെ വിദ്വൽ സദസ്സിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ധാരാളം അവിടെ ഉണ്ട്. അതൊക്കെ ഇരിക്കട്ടെ. പക്ഷെ വർത്തമാനത്തിൽ ഭാഗവതം സമൂഹത്തിൽ വളരെയധികം പ്രചരിതമാണ്, ഒരു തരംഗമായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പൊ അതിന് വിരുദ്ധം നിൽക്കാതെ അതിന് ചേർന്ന് നിന്നുകൊണ്ട് പതുക്കെ 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 ജോഷയേത് സർവകർമാണി എന്നുള്ള ന്യായേന നമുക്ക് ഈ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ആവശ്യം. ഇന്നത്തെ കാലത്ത് അബദ്ധത്തിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ശാസ്ത്രം പഠിച്ചുകൊണ്ടോ സംസ്കൃതം പഠിച്ചുകൊണ്ടോ ഒന്നും ഈ അബദ്ധം ഇല്ലാണ്ടാവില്ല. അതിനൊരു ഉദാഹരണം പറയാം. വളരെ പ്രസിദ്ധനായ ഒരു ആചാര്യൻ, പേരൊന്നും പറയില്ല, വളരെ പ്രസിദ്ധനായ ഒരു ആചാര്യൻ, സംസ്കൃതത്തിൽ അദ്ദേഹത്തെ കവച്ചു വെക്കാൻ ആൾക്കാർ കുറവാണ്. രാഷ്ട്രപതിയുടെ സംസ്കൃതത്തിന് ഏറ്റവും പ്രധാന വിദ്വാനുള്ള മെഡലൊക്കെ കിട്ടിയിട്ടുള്ള ആളാ. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ വളരെ ഭവ്യമായ രീതിയിൽ ചോദിച്ചു, ഇന്നിപ്പോ വളരെ ദീർഘമായിട്ട് രാധയെ കുറിച്ച് പറഞ്ഞുല്ലോ, രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ, വളരെ ദിവസങ്ങൾ 2-3 അങ്ങ് പറയണത്. ശ്രീമദ് ഭാഗവതത്തിൽ ഒരു സ്ഥലത്തെങ്കിലും രാധ എന്ന് പറയപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഒരു സംശയമാണ്. ഇതിപ്പോ കുറെ കൊല്ലം മുമ്പുണ്ടായ സംഭവം അത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ബഹുരസ. അദ്ദേഹം പറഞ്ഞു, അത് സ്വാമിജി വേറൊന്നും അല്ല, ഈ രാധ എന്ന് പറയാൻ വ്യാസന് സാധിക്കില്ല, ഗദ്ഗതം കൊണ്ട് ഗദ്ഗതകണ്ഠം വരും. അപ്പൊ എന്താച്ചാ രാധ എന്ന് പറയാൻ പറ്റുന്ന ഗുപ്തമാക്കി വെച്ചു. ആരാധയാമി എന്നുള്ള പദത്തിൽ രാധയെ ഒതുക്കി. എന്താ ഇപ്പൊ അവരോട് പറയുക? സംസ്കൃതം അറിയാത്ത ഒരാളാണെങ്കിൽ തരക്കേട്ടില്ല, നമുക്ക് സമ്മതിക്കാം. ആരാധയാമി എന്നുള്ളത് രാധേനെ ഒതുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷെ സംസ്കൃതജ്ഞന്മാർ ഇങ്ങനെ പറഞ്ഞാലോ? അപ്പൊ ഇത്രയ്ക്ക് മാത്രമാണ് അത്യബദ്ധമായിരിക്കുന്ന ഒരു പരിമിത ബുദ്ധി, അതായത് ശൈവ വൈഷ്ണവ ശാക്തേയാദി ഭേദത്തിലുള്ള ബുദ്ധി കടന്നുകൂടിയിട്ടുള്ളത്. അതിനെ നമുക്ക് ഒട്ടും പോഷിപ്പിക്കാൻ വയ്യ. അപ്പൊ എന്താ വഴി എന്ന് ചോദിച്ചാൽ ഒറ്റ വഴിയേ ഉള്ളൂ. ചോദ്യത്തിന് മറുപടി ഇതാണ്: ഇങ്ങനെയുള്ള ആചാര്യന്മാരെ കൂടുതൽ നമ്മൾ വാർത്തെടുക്കുക. സമൂഹത്തിൽ ശാസ്ത്ര പ്രവർത്തനത്തിലൂടെ അവിരുദ്ധമായി തത്വത്തെ ബോധിപ്പിക്കുന്ന ആചാര്യന്മാരെ വളർത്തിയെടുക്കുക, അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുക, അവരുമായി സ്നേഹബന്ധങ്ങളെ നിലനിർത്തുക, എന്നിട്ട് പതുക്കെ 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 സ്വാധീന ശക്തിയായിട്ട് തീരാൻ ശ്രമിക്കുക. അതാണ് മാർഗം. അത് കുറെയൊക്കെ കേരളത്തിൽ വിജയിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അനുഭവം. സ്വർണം വളരെ ദുഃഖത്തോടു കൂടി പറയുകയാണ്, നിങ്ങൾ എന്നെ അഗ്നിയിൽ വെച്ച് ജ്വലിപ്പിച്ചോളൂ, എന്നെ ഉരുക്കിക്കോളൂ, എന്നെ അടിച്ചോളൂ, പരത്തിക്കോളൂ, ഒക്കെ ഞാൻ സഹിക്കാം. പക്ഷേ തുലാസിന്റെ ഒരു കട്ടിയിൽ കുന്നിക്കുരു വെച്ചിട്ട് മറ്റേ ഭാഗത്ത്, അല്ലെങ്കിൽ മഞ്ചാടിക്കുരു വെച്ചിട്ട് ഇപ്പുറത്ത് എന്നെ വെച്ച് തൂക്കുന്നത് എനിക്ക് സഹിക്കാൻ വയ്യാന്ന് പറയുന്ന ഒരു ശ്ലോകം പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇതെന്താച്ചാ ഇതര മതങ്ങളുമായി തുലനം ചെയ്ത് സനാതനധർമ്മത്തിന്റെ ഒരു ഏകീകരണം സാധിച്ചുകൂടെ എന്നുള്ള ചോദ്യം ഒരിക്കലും സ്വീകാര്യമല്ല. കാരണം മതങ്ങൾ, ഓർഗനൈസ്ഡ് റിലിജിയൻസ്, അത് വ്യക്തമായ ഒരു ചട്ടക്കൂട് ആരംഭിച്ച് അബ്രഹാമിക് മതങ്ങളാണെങ്കിൽ, നമ്മൾ സെമിറ്റിക് എന്ന് പറയുന്നു, കൂടുതൽ നല്ല വാക്ക് അബ്രഹാമിക് എന്നുള്ളതാണ്. അബ്രഹാമിക് മതങ്ങളാണെങ്കിൽ അതിന്റെ ഉള്ളിൽ തല്ലുംപിടിയുണ്ട്, അതൊക്കെ പോട്ടെ. അവർക്കൊരു ഏകീകൃത ഭാവമൊന്നുമില്ല, നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഏകീകൃത ഭാവം ഉണ്ടെങ്കിൽ പ്രൊട്ടസ്റ്റന്റും കാത്തലിക്സും ഇങ്ങനെ അടിക്കില്ല, ഷിയയും സുന്നിയും ഇങ്ങനെ അടിക്കില്ല. അപ്പൊ ഏകീകൃതമൊന്നുമില്ല. ഇനി ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കണതെങ്കിൽ അതുപോലെ ഏകീകരിക്കേണ്ടുന്ന ഒരു മതവ്യവസ്ഥയല്ല സനാതനധർമ്മം. ഇവിടെ ശൈവം വേണം, ഇവിടെ വൈഷ്ണവം വേണം, ഇവിടെ ശാക്തേയം വേണം, ഇവിടെ ഗാണപത്യം വേണം, സൗരം വേണം, സ്കാന്തം വേണം. പ്രദേശഭേദങ്ങളുണ്ട്. ആ പ്രദേശഭേദങ്ങൾക്കനുസരിച്ച് ആചരണങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇപ്പോ ഗംഗാനദിയുടെ കിഴക്ക് ഭാഗത്തുള്ള ആചാരങ്ങൾ, ഗംഗാനദിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആചാരങ്ങൾ വ്യത്യാസമുണ്ട്. കേരളത്തിലുള്ള ആചാരങ്ങൾ, കശ്മീരത്തുള്ള ആചാരങ്ങൾ വ്യത്യാസമുണ്ട്. ഈ വൈവിധ്യങ്ങൾ നിലനിൽക്കണം. വൈവിധ്യങ്ങൾക്ക് അന്തർഭവിച്ചിട്ടുള്ള ഏകത്വമാണ് സനാതനധർമ്മം. അല്ലാതെ ഏകഭാവത്തിലുള്ള ഏകത്വമല്ല, വൈവിധ്യങ്ങളിലുള്ള ഏകത്വമാണ്. അത് നിലനിർത്തണം. അപ്പോ മറ്റു മതങ്ങളിലുള്ള ആചാരങ്ങളിലുള്ള ഏകത പോലെ നമ്മുടേത് ഏകീകരിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ വയ്യ തന്നെയാണ് മറുപടി.
അതിനാരും മുതിരരുത്. അതാണ് ഹിന്ദുത്വം എന്ന് വിചാരിക്കരുത്. ഈ വൈവിധ്യങ്ങളെല്ലാം വേണം, ശാക്തേയം വേണം. ഇവിടെ വൈഷ്ണവനായ ഒരാള് വൈഷ്ണവമായ രീതിയിൽ പൂജ ചെയ്യുന്നു, ഒരു വിരോധമില്ല, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ശൈവ സമ്പ്രദായത്തിൽ, ശുദ്ധമായ ശൈവ സമ്പ്രദായത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകേണ്ടത്, ഉപാസനകൾ പോകേണ്ടത്. ശാക്തേയന്മാരിൽ കൗളന്മാരുണ്ട്, വാമാചാരികളുണ്ട്, അതിൻ്റെതായ രീതികൾ അവർ തുടരട്ടെ. എല്ലാം ചേരുമ്പോഴാണ് സനാതനധർമ്മം എന്നുള്ളതായി തീരുന്നത്. അപ്പോൾ നാനാത്വത്തിൽ അന്തർഭവിച്ചിട്ടുള്ള ഏകത്വത്തെ, സകല വൈവിധ്യങ്ങളുടെയും അന്തർധാരയായിരിക്കുന്ന ആ ഏകതയെ തിരിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ശാസ്ത്രത്തെ, ശാസ്ത്രബോധത്തെ നമ്മൾ പ്രസരിപ്പിക്കുകയും മറ്റൊരു ഒരു ഉപാസനാ രീതിയെ നിന്ദിക്കാത്ത, നേരത്തെ വളരെ ഖേദം തോന്നി ഗുരുമൂർത്തിജി പറഞ്ഞ ഒരു, വിദ്യാസാഗർജി പറഞ്ഞ ഒരു വിഷയം വളരെ ഖേദം തോന്നി. ഒരു ക്ഷേത്രത്തില് സപ്താഹം നടക്കുമ്പോൾ ഭഗവാന്റെ കടമ്പെഴുന്നള്ളിക്കുമ്പോൾ എഴുന്നേൽക്കേണ്ട അത് ശിവന്റെതാണെന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം, അത് ഭാഗവത സമ്മതമല്ല, അത് ഒരു ശാസ്ത്രത്തിനും സമ്മതമല്ല, ഒരു സമ്പ്രദായത്തിനും സമ്മതമല്ല. അയാളുടെ സമ്പ്രദായത്തിൽ പോലും ക്ഷയിച്ച ആളാണെന്ന് സൂചിപ്പിക്കുന്നതാണ്. കാരണം അതാണല്ലോ ശാസ്ത്രം. ഒരു വിഷ്ണുഭക്തൻ ശിവനെ നിന്ദിക്കുകയാണെങ്കിൽ അവൻ വിഷ്ണുഭക്തനുമല്ല, ശിവഭക്തനുമല്ല. ശിവഭക്തൻ വിഷ്ണുഭക്തനെ നിന്ദിക്കുകയാണെങ്കിൽ അവൻ രണ്ടുമല്ല, അവൻ ഭക്തനെ അല്ല, അവൻ മറ്റെന്തോന്നിനു വേണ്ടി നിലകൊള്ളുന്നവനാണ്, അജ്ഞാനം മാത്രം കൈമുതലാക്കിയിട്ടുള്ളവനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെ പറയട്ടെ, അതിന് വിരോധമൊന്നുമില്ല. പിന്നെ ഈ വൈഷ്ണവ പുരാണങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ശിവനെയൊക്കെ എത്ര കേമനായി പറഞ്ഞാലും കുറച്ചൊന്ന് താത്തിക്കെട്ടും എന്നുള്ളത് സംശയമൊന്നുമില്ല. അതുപോലെ ശൈവ പുരാണങ്ങളിൽ പോയി കഴിഞ്ഞാൽ വിഷ്ണുവിനെയൊക്കെ കേമനായി പറഞ്ഞാൽ ഒന്ന് താത്തിക്കെട്ടും. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഒന്നാണെന്ന് ഉത്തമ ബോധമുള്ളത് കൊണ്ട് അതത് സമ്പ്രദായത്തെ ശുദ്ധമായി അതത് ഭക്തന്മാരെ ഉയർന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഏകതത്വത്തിലേക്ക് എത്തും, അതിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ട് രുരോദൈതി രുദ്ര എന്ന് ഭാഗവതം പറയുമ്പോൾ നമുക്കത് സമ്മതമല്ല. രുരോദൈതി രുദ്ര എന്ന് ഏത് ഭാഗവതക്കാരൻ പറഞ്ഞാലും ഞാനതിനെ ഖണ്ഡിക്കും. അപ്പൊ അവനോട് തിരിച്ച് അതേ സ്വരത്തിൽ ഞാൻ പറയും, രോദയതീതി രുദ്ര, നിന്നൊക്കെ കരയിപ്പിക്കുന്നവനാണ് ആ രുദ്രൻ എന്ന് പറയും. സത്യത്തിൽ ഇത് രണ്ടും അല്ല രുദ്രൻ, രുദ്രാവയതീതി രുദ്ര, അജ്ഞാനത്തെ നീക്കുന്നവനാ രുദ്രൻ. അതാണ് പരമമായ അർത്ഥം. അപ്പോ ഈ പുരാണങ്ങളിലേക്ക് പോകുമ്പോൾ ശാക്തേയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ശക്തിയാണ് കേവലം, അതിന് താഴെയാണ് ശിവനും വിഷ്ണു. ആ ശക്തിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ശിവന് സ്പന്ദിക്കാം, സ്പന്ദിതും അഭി ന കുശലഹ എന്ന് പറയേണ്ടി വരും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ശാക്തേയരുടെ ശക്തിയും വൈഷ്ണവരുടെ വിഷ്ണുവും ശൈവരുടെ ശിവനും ഒന്നാന്ന് മനസ്സിലാക്കി ആ ഒരു ബോധം സമൂഹത്തിൽ വ്യാപിപ്പിക്കുക. ആ ബോധം സമൂഹത്തിൽ വേദാന്ത സംഹിതമായ രീതിയിൽ നമ്മൾ പ്രചരിപ്പിക്കുന്നതിലൂടെ എല്ലാ സമ്പ്രദായങ്ങളിലും ഒരു ശുദ്ധത വരും. അല്ലാതെ ഇവയുടെ ഏകീകരണം എന്നുള്ളത് സാധ്യമല്ല. ഇപ്പൊ വനവാസികൾ എങ്ങനെയാണോ തർപ്പണാദി ക്രിയകൾ ചെയ്യുന്നത്, അത് വൈദികമായ ഏതെങ്കിലും ഇപ്പോ യജുർവേദികൾ ചെയ്യണ പോലെ ചെയ്യണം, അല്ലെങ്കിൽ ഋഗ്വേദികൾ ചെയ്യണ പോലെ ചെയ്യണം, അല്ലെങ്കിൽ ഋഗ്വേദികളും യജുർവേദികളും ഒരുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അത് വിഡ്ഢിത്ത. ഈ വൈവിധ്യങ്ങളൊക്കെ നിലനിൽക്കണം. ഈ വൈവിധ്യങ്ങളുടെ സമ്പന്നതയാണ് സനാതനധർമ്മം. അത് തിരിച്ചറിയാം. ആ തിരിച്ചറിവിലേക്ക് സമാജത്തെ നയിക്കുക എന്നുള്ളത്. അപ്പൊ അതില്ലാത്തവരുണ്ടാവും. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു, ഏകാദശ സ്കന്ധം നല്ല റോക്കറ്റ് പോണ പോലെ വായിച്ചു തീർക്കുന്ന ആൾക്കാരുണ്ടാവും. അതേ സമയത്ത് ഇപ്പൊ രാസപഞ്ചാധ്യായി ഒക്കെ വേണമെങ്കിൽ 5 അധ്യായമേ ഉള്ളൂ. അപ്പൊ ഒരു മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് വായിക്കാം. പക്ഷെ അത് 2 ദിവസം വായിച്ചാൽ പറയും. ആ പറയണ കൂട്ടത്തിലോ എന്താ രാസം എന്നുള്ളതിന് അർത്ഥം പറയോ? രസോ വൈ ബ്രഹ്മ തസ്യ ഭാവം രാസം ഒരു പ്രാവശ്യമെങ്കിലും പറയോ? പറയില്ല. അതിന് പകരം ഇക്കിളിപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് അത് നമുക്ക് ശാസ്ത്ര ചർച്ചയിൽ പറയേണ്ടതല്ല. അത് ശാസ്ത്രം എന്തെന്ന് അറിയാത്തവർ പറയുന്നതായിട്ട് നമ്മൾ മൂർഖവത് ഉപേക്ഷണീയ. അപ്പൊ ചോദ്യം വരും, നിങ്ങളെപ്പോലുള്ള വിദ്വാൻമാരല്ലേ അവരെ മൂർഖനെ പോലെ ഉപേക്ഷിക്കുള്ളൂ? അല്ല. അവിടെയാണ് നേരത്തെ വാസുദേവ പ്രസാദ് പറഞ്ഞ ഒരാശയം, നമ്മൾ ശാസ്ത്രത്തിൽ ഉറച്ചു നിന്ന് നമ്മളും ഈ രീതിയിൽ പ്രചരിപ്പിച്ചാൽ തിരിച്ചറിവുള്ളൊരു സമൂഹം രൂപപ്പെടും. ആ തിരിച്ചറിവുള്ള സമൂഹം ഈ മൂർഖത ചെയ്യുന്നവരെ നാളെ ഉപേക്ഷിക്കും. ഇന്ന് തന്നെ അവർക്കറിയാം. വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇന്ന് തന്നെ അവർക്കറിയാം. എന്തിനാ അങ്ങനെ ആവർത്തിച്ച് പറയണമെന്ന് ചോദിച്ചാൽ, XYZ പേരൊന്നും പറയില്ല, ഒരാചാര്യൻ കേരളത്തിലുള്ള സപ്താഹക്കാരനാണ്. അപ്പൊ അയാള് ചെയ്യണ അബദ്ധം കുറച്ചൊന്നും അല്ല. എന്തിനാ ഈ മണ്ണ് കൂട്ടി വിൽക്കലൊന്നും അല്ല, രുക്മിണി സ്വയംവരമൊന്നും അല്ല. അതിന്റെ അപ്പുറമുണ്ട്. ശ്രീകൃഷ്ണന്റെ സ്വധാമപ്രാപ്തി വായിക്കണ സമയത്ത് അശുദ്ധായി
ഇനി പെലയായി, ഇനി കുളിച്ചു വന്നാലേ ബാക്കി വായിക്കാൻ പറ്റുള്ളൂ എന്ന് വരെ പറയുന്ന ആളാ. അതിലപ്പുറം പറയണ്ടല്ലോ. അപ്പൊ എന്തുണ്ട്, കമ്മിറ്റിക്കാർക്ക് നല്ലത് അയാളെ വിളിച്ചാല്, കാരണം നല്ല പൈസ കിട്ടും. അയാളുടെ ഈ ബഹളവും കൂക്കിയും വിളി നല്ല ഒന്നാന്തരായിട്ട് ഭജനയൊല്ലു, അസൽ പാട്ട് പാടും. നമ്മൾ ഉള്ളത് പറയണല്ലോ. ചിദാനന്ദ സ്വാമി പാടിയാൽ എന്താ ഉണ്ടാവുക? എല്ലാവരും ഓടി ഒളിക്കില്ലേ? ഭാഗത്ത് എന്തൊക്കെ അത്ര ഉണ്ടാവില്ലേ? നന്നായി. അപ്പൊ അങ്ങനെ ആകർഷിക്കാൻ കഴിയുള്ള. അപ്പൊ കമ്മിറ്റിക്കാർ ഇദ്ദേഹത്തെ തന്നെ വീണ്ടും വിളിക്കുക. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ അബദ്ധം തന്നെ വീണ്ടും ആവർത്തിക്കണം. സ്വാമി, അയാളെ പറയണതൊക്കെ അത്യബദ്ധാണെന്നും ശാസ്ത്രത്തിനനുസരിച്ചല്ലാന്നും ഞങ്ങൾക്കറിയാം. പക്ഷേ ചില്ലാനം കിട്ടണോ? അത് വേണം. അപ്പൊ നവീകരണം നടക്കണവരെ അദ്ദേഹത്തെ തന്നെ വിളിക്കാം. നവീകരണം കഴിഞ്ഞാൽ പിന്നെ വിളിക്കില്ല ഞങ്ങള്. അപ്പൊ പറയണതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, കേരളത്തിൽ ഈ വിളിക്കുന്നവർക്കും കുറച്ചൊക്കെ ബോധമൊക്കെ ഉണ്ട്. ബോധം ഇല്ലാഞ്ഞിട്ടല്ല, ബോധം ഉണ്ടായിട്ടാ വിളിക്കണത്. കുറച്ച് അമിത ബോധം ഉണ്ടായിട്ടാ വിളിക്കണത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദൗത്യ നിർവഹണത്തിൽ മുന്നോട്ട് പോകും. ആ ദൗത്യ നിർവഹണം ശുദ്ധമായ ശാസ്ത്രത്തിൽ അടിയുറച്ച ധർമ്മപ്രചരണം, അണുവ്യതിചലിക്കാതെ ഒരുത്തന്റെ മുമ്പിൽ നേരത്തെ പറഞ്ഞ തോതില് ഈ മറ്റ് എന്താ പറയേണ്ടത് മതവാക്യങ്ങളൊക്കെ പറഞ്ഞും കൊണ്ട് ചെയ്യുന്ന ജ്യോത്സ്യന്മാരെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടായി. അങ്ങനെ ഉള്ളതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്താൻ ഒന്നേ വഴിയുള്ളൂ, നമ്മൾ ശുദ്ധ ശാസ്ത്ര സമ്പ്രദായം അനുസരിച്ച് ധീരതയോടുകൂടി മുന്നോട്ട് പോകും. പിന്നെ ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഖ്യനാം എന്നുള്ളതിനെ മുഖ്യ പ്രമാണമായിട്ട് സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കുമ്പോൾ വ്യക്തിപരമായി ഉള്ളിൽ പൂർണ്ണ സമ്മതി ഇല്ലാത്തതും ചിലതൊക്കെ നമുക്ക് അംഗീകരിക്കുകയും കൂടെ നിൽക്കുകയൊക്കെ വേണ്ടി വരും. അങ്ങനെ തൊട്ട് തലോടി അവരെയും നമുക്ക് എങ്ങോട്ടെത്തിക്കാം? വേദത്തിന്റെ സത്യം പരമുള്ള പരമത്തിലേക്ക് എത്തിക്കാം. കാലം പിടിക്കും, പക്ഷെ അതിനാണ് നമ്മൾ എല്ലാവരും പരിശ്രമിക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്. ഖണ്ഡന മണ്ഡനങ്ങളിലൂടെയാണ് ശാസ്ത്ര സ്ഥാപനം നടക്കുന്നത്. അപ്പൊ ഖണ്ഡനത്തെ ഭയപ്പെട്ടാൽ പിന്നെ മണ്ഡനത്തിന്റെ ആവശ്യമില്ല, സാധ്യമല്ല. വളരെ വളരെ സന്തോഷം.